അച്ഛാ, എന്താ മോളെ? ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടുമോ? പറയൂ. എനിക്ക് പേടിയാണ്. അച്ഛൻ ദേഷ്യപ്പെടരുത്. എന്റെ ദേഷ്യം എന്നിൽ നിന്നും എല്ലാരെയും അകറ്റി. ഇല്ല മോളെ, അച്ഛൻ ദേഷ്യപ്പെടില്ല. പറയൂ. എനിക്ക് നിനക്ക് എനിക്ക് വിവാഹം കഴിക്കണം. ശരിയാണ് മോളെ, നിനക്കൊരാളുടെ സ്നേഹം ആവശ്യമാണ്. ഞാൻ നിനക്ക് വേണ്ട അഫെക്ഷൻ തരാൻ പരാജയപ്പെട്ടവനാണ്. ഇനി നിനക്ക് വേണ്ട സ്നേഹം ഒരു ഭർത്താവിൽ നിന്നാണ് കിട്ടേണ്ടത്. ലെറ്റ് മീ ഫൈൻഡ് എ ബോയ് ഫോർ യു. ഞാനൊരാളെ അച്ഛൻ അക്കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതി നീ ആളെയും കണ്ടുപിടിച്ചു. പറയൂ, ധൈര്യമായിട്ട് പറയൂ. ഇവിടെ നമ്മുടെ എസ്റ്റേറ്റിനടുത്ത് മറ്റ് 4 എസ്റ്റേറ്റ് ഉടമസ്ഥരാണുള്ളത്. നീ തനിച്ചിവിടെയൊക്കെ നടന്നപ്പോ അതിൽ ഒരാളുടെ മകനെ കണ്ടിരിക്കും. ശരി, ഞാൻ പറയാം. ആനന്ദ്, അലക്സിന്റെ മകൻ ബാബു. അല്ല, അവരാരുമല്ല. പിന്നെ ആരാ മോളെ? നീ തന്നെ പറ. അച്ഛൻ ദേഷ്യപ്പെടും. ഇല്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ? രാജു. രാജു? ഏത് രാജു? വാച്ചറുടെ മകൻ രാജുവോ? അടിച്ച് നിന്റെ കാരണം ഞാൻ പൊട്ടിക്കും. വാച്ചറുടെ മകൻ രാജു. നിനക്ക് അവനെ കല്യാണം കഴിക്കണം അല്ലേ? എന്താടി ഒന്നും മിണ്ടാത്തത്? അച്ഛന്റെ ദേഷ്യം തീർന്നിട്ട് സംസാരിക്കാം. നിനക്കിത് എന്നോട് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? ഞാൻ പിന്നെ ആരോടാണ് പറയേണ്ടത്? അച്ഛനെ അറിയിക്കാതെ ഞാൻ എന്റെ വിവാഹം നടത്തണോ? നീ എന്തിനവനെ വിവാഹം കഴിക്കണം? നിനക്ക് മറ്റാരെയും കിട്ടൂലേ? മറ്റാരെയും എനിക്ക് വേണ്ട. എനിക്ക് രാജു മതി. എന്തുകൊണ്ട്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ രാജുവിനെ സ്നേഹിക്കുന്നു. രാജു എന്നെ സ്നേഹിക്കുന്നു. മോളെ, ഇതൊക്കെ ഈ പ്രായത്തിൽ തോന്നുന്ന ചാബല്യങ്ങളാണ്. ഞാൻ സൂക്ഷിക്കണമായിരുന്നു. സ്നേഹമെന്നൊക്കെ ഇപ്പൊ തോന്നും. ഇല്ലച്ച, ഇത് തോന്നലും ചാബല്യം ഒന്നുമല്ല. രാജുവിനെ അല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. എന്ന് വെച്ചാൽ? കൂടുതലൊന്നും അച്ഛൻ എന്നോട് ചോദിക്കരുത്. അച്ഛനോട് ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് സാധിക്കില്ല. മോളെ, അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്കൊരു വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് രാജുവുമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ശരി, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ അഭിപ്രായങ്ങൾ, എന്റേതായ എല്ലാം മറന്നിട്ട് നിന്റെ അച്ഛൻ മാത്രമായി ഞാനിത് നടത്തിത്തരാം. ഞാൻ തന്നെ പോയി അവനോട് ഇക്കാര്യം സംസാരിക്കാം. നിന്റെ വിശ്വാസം പോലെ അവൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവനെയും കൂട്ടിവരും നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ. അവൻ നിന്നെ തള്ളിപ്പറഞ്ഞാൽ? ഇല്ലച്ചാ, എന്റെ രാജു ഒരിക്കലും അത്. നിനക്കാണുങ്ങളുടെ സ്വഭാവം അറിയില്ല. കയ്യിൽ കിട്ടുന്നവരെ ചിലർക്ക് പ്രേമം എന്ന ഭ്രാന്ത് കാണും. കിട്ടാത്തത് വിശുദ്ധവും കിട്ടിയത് അവർക്ക് നിഷിദ്ധവുമാണ്. അക്കാര്യം നീ ആലോചിച്ചിട്ടില്ല. ഞാൻ അതും ആലോചിച്ചിട്ടാണ് പോകുന്നത്.
നിന്നെ അവൻ മനഃപൂർവ്വം വഞ്ചിക്കായിരുന്നു എന്ന് കണ്ടാൽ ഞാൻ അവനെ വെറുതെ വിടൂല്ല. എന്റെ മകളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ആരും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല. എന്റെ രാജുവിനെ എനിക്കറിയാം. രാജുവിനെ തള്ളി പറഞ്ഞാലല്ലേ അച്ഛന് തോക്കിന്റെ ആവശ്യം വരും. അച്ഛന്റെ കയ്യിൽ ഇനി വേണ്ടത് തോക്കല്ല, താലിമാലയാണ്. രാജുവിനെ കൊണ്ട് എന്റെ കഴുത്തിൽ കെട്ടിക്കാൻ. രാജു, രാജു, എന്താ അതാ വരുന്നു, തോക്ക് കൂട്ടി വരുന്നു. നിന്നെ കൊന്നത് തന്നെ. ദൈവമേ, ഓടിക്കാ. ഭാസ്കര, ഭാസ്കര, നിന്നെ ഞാൻ വെറുതെ വിടൂല്ല. ഒന്നും അറിയാത്ത എന്റെ മകളുടെ മനസ്സിനെ ദുഷിപ്പിച്ചവനാണ് നീ. നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. മരിക്കാൻ എനിക്ക് ഭയമില്ല. വിധുവിനെ അങ്ങ് എനിക്ക് വിവാഹം കഴിച്ചു തരില്ല എന്ന് എനിക്കറിയാം. വിധുവില്ലാത്ത ലോകത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. കൊല്ലണ സാർ എന്നെ. നീ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് എനിക്കറിയാം. നിനക്ക് വിധുവിനോട് ആത്മാർത്ഥമായ സ്നേഹമില്ലെന്നും എനിക്കറിയാം. സാർ, തീർച്ചയായും ഉണ്ട് സാർ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത്രയും സാർ വിശ്വസിച്ചാൽ മതി. വിധുവിനെ കാണാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ ഒക്കില്ലെന്നും വിധുവിനെ ഓർക്കാതെ ഒരു ശ്വാസം പോലും വിടാനൊക്കില്ലെന്നും ഞാൻ മനസ്സിലാക്കിയപ്പോൾ വിധു അങ്ങയുടെ മകളാണെന്നും ഞാൻ വെറുമൊരു ടി ബി വാച്ചയുടെ മകനാണെന്നും ആലോചിക്കാനുള്ള വിവേകം എനിക്ക് കൈവിട്ടു പോയിരുന്നു. നീ എന്നോട് സത്യം പറയണം. നീ വിധുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ എന്നേക്കാൾ സ്നേഹിക്കുന്നു സാർ. എന്നേക്കാൾ സ്നേഹിക്കുന്നു എന്റെ വിധുവിനെ. അവൾക്കിന്നുള്ള സ്വത്തൊന്നുമില്ലാതെ അവളെ മാത്രം സ്നേഹിച്ച് അവളെ പോറ്റാൻ നീ തയ്യാറാകുമോ? ഒന്നും ഞങ്ങൾക്ക് വേണ്ട സാർ. ഞങ്ങൾ ജീവിക്കാൻ അനുവദിച്ചാൽ ഞങ്ങൾ സന്തോഷമായി ജീവിക്കും. ഞാൻ കഷ്ടപ്പെട്ട് അവളെ പോറ്റും സാർ. എനിക്കാകെ ഉള്ളത് അവളാണ്. ഇനി എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. സാർ, അതെ, വരൂ. അയ്യോ,
അയ്യോ എന്റെ മോനെ കൊന്നേ, എന്റെ മോനെ കൊന്നേ. ഭാസ്കര, രാജുവിനെ കൊല്ലാനല്ല ഞാൻ വന്നത്. വിധുവുമായുള്ള വിവാഹത്തിന് രാജുവിന്റെ സമ്മതം ചോദിക്കാൻ വന്നതാണ്. അവന് സമ്മതമാണ്. ഭാസ്കരനോ? അയ്യോ സാർ. ശരി, എന്നാൽ ഇവനെയും കൊണ്ട് വേഗം അങ്ങോട്ട് വന്നേക്ക്. ശരി സാർ. വാട മോനെ. മോളെ വിധു, മോളെ. മോളെ എന്താ മോളെ? എന്തു പറ്റി? അച്ഛൻ രാജുവിനെ കൊന്നോ? ഇല്ല മോളെ, നിന്റെ രാജു ഇപ്പൊ വരും. വരും മോളെ. അച്ഛൻ വാസ്തവമാണോ അതെ അച്ഛൻ മോളെ, പറയുന്നത്? അതെ അതെ. അപ്പോ വെടിശബ്ദം കേട്ടത്? ഇല്ല മോളെ, ഞാൻ പറഞ്ഞ സത്യമാണ്. അയ്യോ അച്ഛാ, ഞാൻ മോളെ, അച്ഛാ. മോളെ എന്തുണ്ടായി മോളെ? മോളെ മോളെ ഞാൻ വീണ്ടും അവിവേകം കാണിച്ചു. അച്ഛൻ രാജുവിനെ കൊന്നുവെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ എന്റെ മോതിരത്തിലെ ഡയമണ്ട് കടിച്ചിരുന്നു.